എൻ്റെ പേര് ജാൻസി. ഞാൻ കരുമാടി സെൻറ്റ് നിക്കോളാസ് ഇടവാംഗമാണ്. ഞാൻ 23/9/2023 ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുവാൻ എനിക്ക് മടിയായിരുന്നു. പിന്നെ ജീവിതത്തിലെ പല പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഞാൻ കൂടുതൽ സ്ട്രെസ്ഡ് ആകാറുണ്ട്, കൂടുതൽ ടെൻഷൻ അടിക്കും. അങ്ങനെ എനിക്ക് അസുഖം കൂടും. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, മോളെ എല്ലാവരും ഉടമ്പടി എടുക്കുന്നു, അസുഖങ്ങളൊക്കെ കുറയുന്നുണ്ട്, നിനക്ക് നല്ല അനുഗ്രഹങ്ങൾ കിട്ടും, നീ ഉടമ്പടിക്ക് പോകും. അപ്പം ഞാൻ എപ്പോഴും പറയും, ഉടമ്പടി എടുത്ത് ദൈവത്തോടുകൂടി ആയിരുന്നാൽ ആരെന്ത് ചോദിച്ചാലും തരുമെന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുവാൻ എനിക്ക് കഴിവില്ല. ചിലപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഉടമ്പടി എടുത്തവരോടൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം ഒരു ഭയമായിരുന്നു, ഇതൊക്കെ വീഴ്ച പറ്റിയാൽ എന്താകുമെന്നൊക്കെ. പിന്നെ എനിക്ക് തന്നെ ചിന്തയുണ്ടായി, ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും ബലഹീനമായ കളിമണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവം നമ്മൾ ഇത്ര ബലഹീനരാണെന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളത് കൊണ്ട് ഉടമ്പടിയിലെ എൻ്റെ വീഴ്ചകളും ക്ഷമിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറേ പ്രതിസന്ധികളാണ് ആദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നത്. എങ്കിലും അവിടെയൊക്കെ ധൈര്യം കൈവിടിയാതെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. എനിക്ക് നേരത്തെ പോലെ പേടിയില്ല. എന്നെ സംരക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ കരമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ മാത്രം അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ്. പലരും പറഞ്ഞു, ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്, അങ്ങനെ പറയുമ്പോഴും എനിക്കത്ര വിശ്വാസമില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ്, ആ സംരക്ഷണ വലയത്തിലാണ് നമ്മളെന്ന് എപ്പോഴും നമുക്ക് ബോധ്യമാകുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ 2 വീലറിൽ പോയപ്പോൾ എനിക്ക് വലിയ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായി. ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നെ അമ്മ ആ അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു. അത് ഒരു വലിയ അത്ഭുതമാണ്. വലിയ റോഡിലൊക്കെ, അതൊക്കെ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഇവിടെ സാക്ഷ്യം പറയുവാനൊക്കെ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു സാഹചര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് വേണ്ടി ന്യായം പറയുവാൻ അമ്മ സമീപത്തുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്, വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മകളുടെ ജോലി കാര്യമാണ് ഞാനിവിടെ ആദ്യം സാക്ഷ്യപ്പെടുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ നിയോഗങ്ങൾ വിളിച്ചപ്പോൾ എൻ്റെ മകളുടെ കാര്യമൊന്നും തന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചില്ല. കാരണം അവൾ BSc പഠിക്കുമ്പോൾ തന്നെ അവൾക്ക് പ്ലേസ്മെൻറ്റിലൂടെ ജോലി കിട്ടിയപ്പോൾ അവളെ ഞങ്ങൾ ജോലിക്ക് വിട്ടില്ല. ഹയർ സ്റ്റഡിക്ക് പോകണം, MSc ചെയ്യണം, എന്നിട്ട് പോയാൽ മതി എന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചു. അവൾക്ക് മനസ്സിലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ നിർബന്ധപ്രകാരം അവൾ ടെസ്റ്റ് എഴുതി കുസാറ്റിൽ അവൾ MScക്ക് ചേർന്നു. MScക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നിയോഗത്തിൽ ഒരിക്കലും ഞാൻ എൻ്റെ മകളുടെ ജോലിക്കാര്യം വെച്ചില്ല. അവൾക്ക് അങ്ങനെ തന്നെ ജോലി കിട്ടും, അങ്ങനെ പഠിച്ചു വരുന്നൊരു കുട്ടിയായതുകൊണ്ട് മെറിറ്റിനെ ആശ്രയിച്ചു. അതെനിക്ക് നമ്മൾക്ക് ഒത്തിരി ബോധ്യത തരുന്നതാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും ദൈവം നമുക്ക് തരുന്ന ദാനമാണെങ്കിലും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതങ്ങനെ നടന്നുകൊള്ളും എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ അങ്ങനെ നടക്കില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറഞ്ഞ് എളിമപ്പെടുമ്പോൾ മാത്രമേ നമ്മൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തെളിവാണ് എൻ്റെ മകളുടെ ജോലി. അവൾ MSc സെക്കൻഡ് ഇയറായി. ഒരുപാട് കമ്പനികൾ കൂടുതൽ കമ്പനികളിൽ അവൾ പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സാകും, പക്ഷേ ഒരു ഇൻ്റർവ്യൂ പോലും പാസ്സാകത്തില്ല. അവൾക്ക് ബാങ്കായിരുന്നു കൂടുതൽ ഇഷ്ടം. ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാ റൗണ്ടുകളും ടെസ്റ്റുകൾ പാസ്സായി. അത് കിട്ടുമെന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. അപ്പോഴും നിയോഗത്തിൽ ഞാൻ വെച്ചില്ലായിരുന്നു, പ്രതീക്ഷയായിരുന്നു അവൾക്ക് ഭയങ്കര. പക്ഷേ ടെസ്റ്റെല്ലാം പാസ്സായി. ഇൻ്റർവ്യൂവിന് എന്നപ്പോൾ ഇൻ്റർവ്യൂ വീണ്ടും ഫെയിലായി. അപ്പോൾ ഈ മകൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ BSc കഴിഞ്ഞ് ജോലിക്ക് പോയേനെ, നല്ല സാലറിയുള്ള നല്ല ജോലിയായിരുന്നു. അമ്മ കാരണമാണ് ഞാനതിന് പോകാൻ. ഇപ്പോൾ എനിക്ക് എവിടെ നിന്നാണ് ജോലി കിട്ടുക? ഇപ്പം മാർച്ച് 30 എൻ്റെ കോഴ്സ് തീരും. അപ്പം ഞാൻ വെളിയിലായി കഴിഞ്ഞാൽ എനിക്ക് അവർ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും, ജോലി കിട്ടാൻ സാധ്യത കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, മാതാവേ, ഞാൻ നിയോഗം വെച്ചില്ല, ഇവളുടെ മെറിറ്റിൽ ആശ്രയിച്ചാണല്ലോ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ഇവൾക്ക് നിയോഗം വെച്ചിട്ട് പിന്നെ അടുത്ത ബാങ്ക് ടെസ്റ്റ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഡേറ്റ് ഇട്ടു. 31 ആവട്ടാകുന്നതിന് മുമ്പ് തന്നെ മോൾക്ക് ജോലി കിട്ടണം മാതാവി, ഞാൻ സാക്ഷ്യപ്പെടുത്താം ഈ മകളുമായിട്ട് വന്ന. അതിലൂടെ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതും എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മാർച്ച് 30 മുമ്പ് തന്നെ അവൾ ഇൻ്റർവ്യൂ ഫെയിലായി വന്നിട്ട്
ബാങ്കിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് വന്ന ടെസ്റ്റ് അവൾ എഴുതാതിരുന്നു. TCSൻ്റെയൊക്കെ ടെസ്റ്റ് അവൾ എഴുതാതിരുന്നിരുന്നു. പക്ഷേ ഇത് കിട്ടുമെന്നുള്ള പല പ്രതീക്ഷയോടുകൂടിയാണ് പല ടെസ്റ്റും എഴുതാതിരുന്നത്. ബാങ്ക് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞ് വന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഇവൾ എഴുതാതിരുന്ന TCSൻ്റെ ടെസ്റ്റ് എഴുതാതിരുന്ന കുട്ടികൾക്ക് വേണ്ടി വീണ്ടും നടത്തുന്നു എന്ന് പറഞ്ഞ് മെയിൽ വന്നു. അങ്ങനെ അവൾ പോയി ആ ടെസ്റ്റ് എഴുതി. ആ ടെസ്റ്റ് പാസ്സായി, ഇൻ്റർവ്യൂവും പാസ്സായി. ഇപ്പോൾ അവൾ TCSൽ ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1 കോടി നന്ദി ഇതിന് ഞാൻ സമർപ്പിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും ജീവിതകാലം മുഴുവനും ഈശോയോടും അമ്മയോടും നമ്മൾ നന്ദിയും കടപ്പാടും മരണം വരെയും നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. എങ്കിലും നമ്മളെ ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ വിശ്വാസം പ്രഖ്യാപനം ചെയ്യുമ്പോൾ അത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും ആയിരിക്കും. അവർക്കും ആശ്രയിക്കാനൊരു സ്ഥലമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അവർക്കും ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സാക്ഷ്യങ്ങൾ ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത്. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. മകൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണ്. ഇളയ കുട്ടിയെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഈ 3-ാം മാസത്തിൽ സ്കാനിങ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ പിടലിക്ക് ജുഗിൾ സാക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് കണ്ട് ഡോക്ടർ പറഞ്ഞു ഇത് ചിലപ്പോൾ ഭാവിയിൽ പ്രശ്നമാകും. അതിനെക്കുറിച്ച് മകൾ പറയും. ദൈവത്തിന് നന്ദി, പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നേന്. അപ്പം 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ജുഗൽ സാക്ക് കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞ് എന്തെങ്കിലും വൈകല്യം ഉണ്ടാവാൻ കുഞ്ഞിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ NIPT ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ബ്ലഡ് ടെസ്റ്റാണ്, അത് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ അത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും പേടിയും. ദൈവമേ ഇനി എന്താവും അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മേനെ വിളിച്ച് പറഞ്ഞ്, ഹസ്ബൻഡ് അമ്മേനെ വിളിച്ച് പറഞ്ഞ്, അമ്മ ഉടമ്പടിയിലായിരുന്നു. അമ്മ പറഞ്ഞ് പേടിക്കണ്ട, പ്രാർത്ഥിക്കാം, അത് ഉടമ്പടിയിലാണ്, പ്രാർത്ഥിച്ചോളാം എന്നമ്മ പറഞ്ഞിൻ്റെ ധൈര്യത്തിൽ ഞങ്ങളിരുന്ന്. ഞങ്ങൾ ബാംഗ്ലൂരാണ്. NIPT ടെസ്റ്റ് ചെയ്ത് 2 ആഴ്ച കഴിയുമ്പോഴേ റിസൾട്ട് വരുവോളെന്ന് പറഞ്ഞ്. അപ്പോഴും ഞങ്ങൾക്ക് പേടിയായി, ഇനി 2 ആഴ്ചയും കൂടിയുണ്ട്. അപ്പം അമ്മ പറഞ്ഞതിൻ്റെ വിശ്വാസത്തിൽ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നില്ല. ഇനി 1 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വരുവോളെന്ന് പറഞ്ഞ്. അപ്പോഴും ഞങ്ങൾക്ക് പേടിയായി. ദൈവമേ കുഴപ്പമൊന്നുമില്ലാതെ ബ്ലഡ് ടെസ്റ്റ് വന്നപ്പോൾ ദീപാനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. റിസൾട്ടൊക്കെ നോർമലായിരുന്നു. ഞങ്ങൾക്ക് അതിന് ശേഷം ഒരു കുഴപ്പമില്ല. ബാക്കിയുള്ള സ്കാനിങ്ങിലെല്ലാം നോർമലായിട്ട് വന്ന് 8-ാമത്തെ മാസമായപ്പോൾ കുഞ്ഞ് ജനിച്ച് ഡോക്ടർമാർ പറഞ്ഞു പൂർണ്ണ ഹെൽത്തി ആയിട്ടുള്ള ബേബിയാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. പൂർണ്ണ ഹെൽത്തിയായ ബേബിയെ തന്ന ദൈവത്തിന് നന്ദി. ഉടമ്പടിയിലായിരുന്നു അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. മാതാവിൻ്റെ അനുഗ്രഹമാണ്, കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിന് നന്ദി, കോടാനി കൂടി നന്ദി. എൻ്റെ മകന് ഒത്തിരി വിഷമിച്ചു. ഇവർ ഇടമുടിയാതെ ഞങ്ങൾ ദേവാലയത്തിൽ നിന്ന് ജപമാല ചൊല്ലി. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് അമ്മയ്ക്ക് 1 കോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ ക്രൈസ്തവരുമായ എല്ലാ രോഗികളായിട്ടിരിക്കുന്നവർ വീട്ടിലൊക്കെ പോവും. അപ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിക്കും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ അനുഭവസ്ഥയാണ്, എൻ്റെ അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കും. അങ്ങനെ അവർ ഒത്തിരി പേര് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ നേടുവാനും ഇടയായിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പം ഇവിടുന്ന് കന്നഡ പത്രം വാങ്ങി അവിടെ കൊണ്ടുവന്ന് അവിടെ ബാംഗ്ലൂരിലെ പള്ളിയിൽ ചിലവർക്കൊക്കെ അത് വാങ്ങി കൊടുക്കുമ്പോൾ നമ്മളെ ഒരു പുച്ഛത്തിലൊക്കെ നോക്കും, വാങ്ങിക്കൂല, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എങ്കിലും നമ്മൾ സധൈര്യം ഒത്തിരി സന്തോഷത്തോടുകൂടി അവർക്കത് കൊടുക്കും. മേടിച്ചവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടുതൽ ഷെയർ ചെയ്യും. ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കും. ഈ സാക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുക. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ ഒരു വൃദ്ധ രോഗികളായിട്ട് കിടക്കുന്നവരുടെ ഒരു ആശ്രിതാലയമുണ്ട്. അവിടെ പൊതിച്ചോറ് കൊടുക്കും. പിന്നെ അർഹതയുള്ളവർക്ക് അവർ കൈനീട്ടിയാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇത്രയുമാണ് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും ജീവിതകാലം മുഴുവൻ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത് ഉടമ്പടി ജീവിതത്തിൽ മുന്നേറുവാൻ ഈശോ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഇവിടെ ഈ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. സങ്കീർത്തനം 91:9-12 വരെ തിരുവചനങ്ങൾ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ജാൻസി എന്ന ഈ സഹോദരി
തൻ്റെ മക്കളോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം സഹോദരി സൂചിപ്പിച്ചത് സഹോദരിയുടെ ഒരു മകൾക്ക് വേണ്ടി ജോലിയുടെ പരിശ്രമമാണ്. മെറിറ്റിൽ എല്ലാം ലഭിക്കും എന്ന പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോവുകയും മെറിറ്റ് മുഴുവനും അപ്രസക്തമായി തീരുകയും ജോലിയില്ലാതെ ക്ലേശിച്ച നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ അത് നിയോഗം എഴുതി സമർപ്പിച്ചപ്പോൾ സമയച്ചുരുക്കത്തിൽ അതിലും മെച്ചപ്പെട്ട ഒരിടത്ത് മകൾക്ക് ജോലി ലഭിച്ചതിനെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മൾ ഉടമ്പടിയിൽ ഒരു നിയോഗം സമർപ്പിക്കുന്നത് നമ്മുടെ കഴിവ് അസ്തമിക്കുന്നിടത്താണ്. കഴിവ് കൊണ്ട് നേടാനാവാത്തത് ദൈവശക്തിയാൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. കഴിവ് കൊണ്ട് ഒരു കാര്യം നമുക്ക് സാധിക്കുമെന്നുള്ളതൊന്നും അതുകൊണ്ട് തന്നെ ഉടമ്പടി നിയോഗമായി എഴുതരുത് എന്ന് ആവർത്തിച്ച് നമ്മളോട് പറയുകയും ചെയ്യും. കാരണം ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും അതിൻ്റെ നന്ദിയും മഹത്വവും ദൈവത്തിന് തന്നെ കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവണം. നമുക്കൊരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രാപ്തി കൊണ്ട് കിട്ടി എന്നതിൻ്റെ പേരിൽ ദൈവത്തിന് കൊടുക്കേണ്ട നന്ദിയും മഹത്വവും നാം കൊടുക്കാതിരുന്നാൽ അത് ദൈവനിന്ദ തന്നെയാണ്. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അത് ഗൗരവത്തോടെ കാണുവാൻ നമുക്ക് സാധിക്കണം. നാം അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ ആ നിയോഗത്തിൽ ദൈവശക്തിയാൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടലും ഞാൻ കടന്നു പോകുന്ന ജീവിത വിഷയങ്ങൾക്ക് പരിഹാരവും അമ്മ മാതാവ് നൽകുന്നതിന് വേണ്ടി മാത്രമാണ് നാം നിയോഗങ്ങൾ ഏൽപ്പിക്കുന്നതും ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥന കൊണ്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും അമ്മയുടെ സംരക്ഷണവും ഈശോയുടെ അനുഗ്രഹവും നമ്മൾ തേടുന്നത്. മകൾക്ക് ലഭിച്ച ഒരു ജോലി അപ്രകാരം കിട്ടിയതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് മോൻ്റെ ഭാര്യ ഗർഭിണിയായ നാളുകളിൽ ആദ്യത്തെ സ്കാനിങ്ങിൽ വന്ന വളരെ കോംപ്ലിക്കേഷൻസും അത് കുഞ്ഞിനുണ്ടാക്കാവുന്ന വലിയ പ്രത്യാഘാതങ്ങളുമാണ് ഈ അൾത്താരയിൽ വെളിപ്പെടുത്തിയത്. അതും മാനുഷികമായി ഒന്നും ചെയ്യുവാനില്ല, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാനില്ല. അത് ദൈവശക്തിയാൽ മാത്രം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വന്നാൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുമെന്ന് ഡോക്ടർമാർ നിസ്സഹായതയോടുകൂടി പറയുമ്പോൾ അമ്മ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുകയും തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിൽ സ്കാനിങ് എല്ലാം നോർമലാവുകയും ആരോഗ്യമുള്ള കുഞ്ഞിനെ കരങ്ങളിൽ ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവകരങ്ങളിലേക്ക് എളിമയിൽ ശരണപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം ഉടമ്പടിയിലുള്ള വിശ്വസ്തതയെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് ഓരോ സാക്ഷ്യത്തിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഭാരപ്പെട്ടവരായി അമ്മയുടെ അരികിലെത്തുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ എടുത്തു നീക്കി സന്തോഷമുള്ളവരായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ മാതാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഇല്ലായ്മക്കാരായി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ ജീവിത സാധ്യതകളെ തുറന്നു തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ശോഭനമാക്കിയും ഉയർച്ച നൽകിയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഉടമ്പടിയിലൂടെ സാധിക്കുന്നു. അപ്രകാരം ഈ കുടുംബത്തിന് ലഭിച്ച 2 അനുഭവങ്ങളെയാണ് അമ്മയുടെ സന്നിധിയിലേക്ക് ഇന്ന് നന്ദിപൂർവ്വം സമർപ്പിക്കുന്നത്. ഉടമ്പടി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാനാവുന്ന ഒരു ജീവിതക്രമമാണ്, ഭാരപ്പെട്ടതല്ലത്. മറിച്ച് ഒരു ശരിയായ ക്രിസ്തീയ ജീവിതം ഈശോയെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ രീതികളെന്തോ അത് ഓരോ ദിവസവും ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവിക പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. നാം അവിടെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ വിമലീകരിക്കുന്നു. കുർബാനയിലൂടെ ആത്മാവ് പ്രസാദപരത്തിൽ നിലനിർത്തുന്നു. വചനം വായിച്ചുകൊണ്ട് ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് വരുത്തുന്നു. ഉപവസിച്ചുകൊണ്ട് ഈശോ അനുഭവിച്ച ക്ലേശങ്ങളോട് നമ്മുടെ ക്ലേശങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. കാരുണ്യ പ്രവൃത്തികളിലൂടെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, അഗതികൾക്ക്, രോഗികൾക്ക് നമ്മളാലാവും വിധം ഏറ്റവും നല്ല നന്മ ദൈവസ്നേഹത്തോടു കൂടി നാം പങ്കുവയ്ക്കുന്നു. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അത് സാക്ഷ്യങ്ങൾ പങ്കുവെച്ച്, ധ്യാനം പങ്കുവെച്ച്, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് അറിയിച്ച്, കൃപാസനം പത്രം പ്രാർത്ഥനാപൂർവം ദൈവാനുഭവങ്ങളുടെ സന്ദേശങ്ങളെ കൈമാറിക്കൊണ്ട് ലോകത്തോട് എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവനും ഞാനിന്ന് വഴി നടക്കുന്നതും എൻ്റെ കർത്താവിൽ ആശ്രയിച്ചെന്നും കർത്താവിൽ ശരണപ്പെടുക ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നും നാം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉടമ്പടി എല്ലാവർക്കും ജീവിക്കാനാവും.
ഒന്നേ വേണ്ടൂ. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ തയ്യാറാകണം എന്ന് മാത്രം. തമ്പുരാൻ്റെ സന്നിധിയിൽ നന്ദിപൂർവം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതങ്ങളെ കുറേ കൂടി ബലപ്പെടുത്തി ദൈവാനുഗ്രഹം സമയച്ചുരുക്കത്തിൽ സഞ്ചാരി മാതാവിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.